നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുജാത എന്നോട് ക്ഷമിക്കണം. ഇനി രണ്ടുപേരും പോയി അമ്പലം ചുറ്റും. വേണോ ആമി? വേണം, എങ്കിലേ ചടങ്ങ് പൂർത്തിയാവും. ആ വേഗാവട്ടെ, വേഗം കൈ പിടിച്ച് ചുറ്റി വാ. കൈ പിടിക്ക് സുജാതയുടെ. ഭഗവതി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമുക്കിനി സ്വർഗത്തിൽ കാണാം. അയ്യോ ആമിയുടെ, അയ്യോ ആമിയുടെ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. എനിക്ക് ആദ്യം ഒരു പിണക്കമില്ല. പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും. താനതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ഇല്ല, ഞാനതൊക്കെ വിട്ടു. പറഞ്ഞത് താനല്ലേ, കേട്ടോ ഞാനും. ആദ്യം പൂജ്യം തമ്മിലല്ലടോ, സാരമില്ല. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും തോന്നിയപ്പോ സത്യം പറയാലോ, എനിക്കെന്റെ സമനില കൈവിട്ടുപോയി. എനിക്കാണോ ആമി ചേച്ചിക്കാണോ ശരിയായ ഭ്രാന്തെന്ന് ഞാൻ പോലും സംശയിച്ചുപോയി. ഒരിക്കലും ഈ ജന്മം തന്നെ തള്ളിപ്പറയാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ പലപ്പോഴും തന്നെ തള്ളിപ്പറഞ്ഞു. പറഞ്ഞില്ലേ, അതൊന്നും സാരമില്ല. സാരമുണ്ട്. പൂജ ആദ്യം തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ അതിനോളം വലിയ പാപം വേറെ ഉണ്ടാവില്ല. എടോ, താൻ എനിക്ക് വേണ്ടി സഫർ ചെയ്യുന്ന പോലെ ലോകത്ത് ഒരാണോ ഒരു പെണ്ണിനും വേണ്ടി സഫർ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ താൻ എന്തിനാ അതൊക്കെ പറയുന്നത്? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മനസ്സ് തുറക്കണ്ടേടോ. ഞാനങ്ങനെ വലിയ മഹാത്യാഗമൊന്നും ചെയ്തായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് തന്റെ വലിയ മനസ്സ്. പ്രണയം ഒരു ത്യാഗമാടോ. അതാണ് പെണ്ണിന് വേണ്ടി ചെയ്താലും പെണ്ണാണിന് വേണ്ടി ചെയ്താലും. ത്യാഗങ്ങളും നഷ്ടങ്ങളും സഹിക്കാതെ ലോകത്ത് ഒരു പ്രണയവും പ്രണയമായിട്ടില്ല. തനിക്കറിയോ, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എത്ര ജന്മം വേണം എനിക്ക് തന്റെ കടം വീട്ടാനെന്ന്. അരുത്, അങ്ങനെയൊന്നും പറയരുത്. നമുക്കിടയിൽ കടവും കടപ്പാടും ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? ഇഷ്ടം, സ്നേഹം, പ്രണയം, അത് മാത്രം മതി. ഞാൻ എന്ത് പുണ്യാടോ ഇതിന് മാത്രം ചെയ്തത്? അറിഞ്ഞോ അറിയാതെ എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ്.